സിസേറിയൻ കഴിഞ്ഞിട്ട് 1 ഡേ നമ്മൾ ICUലായിരിക്കും. അത് കഴിഞ്ഞ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ റൂമിലെത്തി കുറച്ച് കഴിയും അശ്വിനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്താ പറയുക, എനിക്കപ്പോഴും ഈ കിടക്കുന്ന സമയത്തൊന്നും വാവയുടെ കണ്ടീഷൻ എന്താണെന്നോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഏട്ടൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ. എന്താ ഏട്ടൻ്റെ മുഖം ഇങ്ങനെ, ഏട്ടൻ ഉള്ളു തുറന്ന് ചിരിക്കണതല്ലാന്ന് എനിക്കിങ്ങനെ തോന്നിയിട്ട് അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഡോക്ടർ പറയുന്നുണ്ട്, ബേബിക്ക് കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ചുമ്മാ ഇല്ലാത്ത അസുഖങ്ങൾ വരുത്തണ്ട, ഇപ്പം എന്തായാലും കൂളായിട്ടിരിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സംഭവം എന്താ വെച്ചാൽ ആ ഒരു 1 ഡേ ഫുള്ള് ഞാൻ ബേബിക്ക് ഫീഡ് ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് നോർമലി ഒരു ടെൻഷൻ വരുമല്ലോ. നോർമലി CS കഴിഞ്ഞിട്ടാണെങ്കിലും ICUയിൽ വന്ന് ഫീഡ് ചെയ്ത് കൊണ്ടുപോകുന്നതാണല്ലോ. ഞാൻ ഫീഡ് ചെയ്തിട്ടുമില്ല. അങ്ങനെ റൂമിലെത്തി. പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂ, നന്നായിട്ട് നടക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ഒരു ഡെലിവറീൻ്റെ ടൈമിൽ എനിക്ക് നന്നായിട്ട് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റി. എന്തെന്നറിയോ, നമ്മുടെ ഹസ്ബൻഡ്സ് കൂടെ ഉണ്ടാവുന്നൊരു ഒരു കംഫർട്ട് സോൺ, അതെന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഡെലിവറി കഴിഞ്ഞിട്ടില്ലേ, എൻ്റെ വയറ് നന്നായിട്ട് അങ്ങോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ഒരു ഗർഭിണി ഫീൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്നെ കാണുമ്പോൾ. അപ്പോൾ എന്ന് വെച്ചാൽ തീരെ കുറഞ്ഞില്ല എന്നല്ല, പക്ഷെ എന്നാലും നല്ല വയറുണ്ട്. എനിക്കിനി ഇതൊക്കെ കുറയ്ക്കണമെങ്കിൽ നന്നായി ഞാൻ പാടുപെടണം എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഈ തുമ്പീൻ്റെ സംശയം അതാണ്, അമ്മേ ബേബീനെ എടുത്തില്ലേ, പിന്നെ അമ്മേൻ്റെ കുമ്പയിൽ ആരാ ഉള്ളത് എന്നൊക്കെയാണ്. കണ്ടോ, എൻ്റെ വയറ് അത്യാവശ്യമൊക്കെ വയറുണ്ട് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇരുന്നോർത്തുനിന്ന് എണീക്കാനും കിടക്കുന്നിടത്തുനിന്ന് എണീക്കാനും ഇനി കിടക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ വേദന കൊണ്ട് പൊളയുന്ന കാണുമ്പോൾ തുമ്പീൻ്റെ മുഖമൊക്കെ അങ്ങ് മാറും കേട്ടോ. അല്ലെ അല്ലുവിൻ്റെ മുഖമൊക്കെ മാറണ കാണുമ്പോൾ ഞാൻ പിന്നെ ഓരോ മുമ്പിൽ അങ്ങ് പിടിച്ച് നിൽക്കുക ചെയ്യണത്. എനിക്ക് നല്ല വേദന, ഞാൻ നന്നായിട്ട് വേദന തിന്നിട്ടുണ്ട്. ഒന്നാമത് ഈ ഡെലിവറി സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് വേദന കൂടും എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ കൂടിയിട്ടുണ്ടോ ആർക്കെങ്കിലും. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞില്ല, നോർമലൊക്കെ തന്നെയാണ് എന്നൊക്കെ. പക്ഷേ മക്കളെ അങ്ങനെയല്ല, എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. തുമ്പീനെ സിസേറിയൻ ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള വേദനയേക്കാൾ കൂടുതൽ ഞാനിപ്പം നന്നായിട്ട് വേദന അനുഭവിച്ചിട്ടുണ്ട്. നല്ല പെയിനാണ്. ഓക്കെ, അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പം എല്ലാവരും അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കിടന്നതാണേ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് കാലൊക്കെ അങ്ങനെ ഒന്ന് മസാജ് ചെയ്തതാണ്. ആക്ച്വലി എനിക്കുണ്ടല്ലോ, അമ്മയും വൈശാഖേട്ടനും ഒക്കെ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് എത്രയോ ഒരു ബലമാണ്. എന്നാലും എൻ്റെ മൈൻഡിൽ ഫുള്ള് നമ്മുടെ ചെറുതെവിടെ എന്നുള്ളൊരു ചിന്തയാണ്. അവനെ കൈ കിട്ടാതെ ഒരിക്കലും നമുക്ക് ഈ വേദനയൊക്കെ സഹിക്കാൻ പറ്റുമ്പോൾ ചെറിയേറ്റങ്ങളെ മുഖം കാണുമ്പോൾ അല്ലേ. പക്ഷേ ഞാൻ ആ മുഖം കണ്ടിട്ടില്ല ഈ നിമിഷം വരെ. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്സ് എടുക്കുന്ന സമയത്തൊന്നും ഞാൻ മോനെ കണ്ടിട്ടില്ല, മോനെ ഫീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളും. പക്ഷേ ഒരു ലിമിറ്റ് വരെ എനിക്ക് അതൊന്ന് എന്താ പറയുക, അതെന്നെ ആലോചിച്ചിരിക്കാനൊരു സമയം തരാതെ എൻ്റെ 2 സിമിട്ടുകളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലും തുമ്പി ഇവിടെ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചി, നേഴ്സുമാർ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ സംസാരിച്ചതുണ്ട് വ്ളോഗ് എടുക്കും. ഇപ്പം ഞാൻ ചായ കുടിക്കുന്ന വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്പം കുറച്ചൊക്കെ ചില സമയം ഞാൻ അങ്ങ് ഓക്കെ ആവുമേ. അതായത് പെയിനൊക്കെ ഒന്ന് കുറഞ്ഞ് ഞാൻ സെറ്റായി എന്ന് എനിക്ക് തോന്നുന്ന ചില സമയങ്ങളുണ്ടാവും. ചില സമയം ഞാൻ വേദന എടുത്ത് അങ്ങ് പൊളഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോഴും കേട്ടോ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെയാണ്. ചില ദിവസം രാവിലെ അധികം വേദന ഇല്ല, തീരല്ല എന്നല്ല, അധികം വേദന ഇല്ലാതെ എനിക്ക് വിചാരിക്കും ഞാൻ ഇനി ഓക്കെ ആയിന്ന്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. അപ്പോൾ എനിക്ക് നല്ല പെയിൻ ഉണ്ട് ഇത്തവണ. അങ്ങനെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ കഞ്ഞിയൊക്കെ ആയിട്ട് കൊണ്ടുതരുന്നുണ്ട്. കാരണം എനിക്ക് മോഷൻ പോയാൽ മാത്രമേ നോർമൽ ഫുഡ് എടുക്കാൻ പറ്റൂ എന്ന് അറിയുന്നുണ്ട്. പെട്ടെന്ന് മോശം പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ വെള്ളം കുടിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. എൻ്റെ മുന്നിൽ കൂടെ ഇവരൊക്കെ നന്നായി കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. പിന്നെ പിറ്റേന്ന് രാവിലെ എണീറ്റപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. പക്ഷെ അതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരവസ്ഥയിലല്ല എന്ന് മാത്രം. അല്ലൂസും വൈശാഖേട്ടനും തുമ്പമ്മയും ഒക്കെ അവിടെ ഉണ്ട്. ഞാൻ ഉറക്കത്തു നിന്നൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്കും ഉണ്ണിയച്ഛൻ തലേ ദിവസം കമ്പനിമുക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അമ്മമ്മയും അമ്മച്ചൻ്റെ അടുത്തേക്ക്. അങ്ങനെ അവിടുന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഉണ്ണിയച്ഛൻ വന്നിട്ടുണ്ട്. ഇന്ന് ഉണ്ണിയച്ഛൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തന്നെ പോവാണ്. ഉണ്ണിയച്ഛൻ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയാണല്ലോ വന്നത്. അതുകൊണ്ട് ഉണ്ണിയച്ഛൻ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് ഇപ്പോൾ. അതായത് കമ്പനി മുക്കിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അമ്മമ്മ കൊടുത്തയച്ചിട്ടുണ്ട് ഉണ്ണിച്ചൻ്റെ കയ്യിൽ. അങ്ങനെ അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ആകുമ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ, എന്നെ വിളിക്കും, വാവേനെ ഫീഡ് ചെയ്യാൻ വേണ്ടി വിളിക്കും എന്നൊക്കെ ഉള്ളത്. സത്യം പറഞ്ഞാൽ ആ ദിവസം എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. കാരണം ഒരു 2 ഡേയ്സിൻ്റെ അടുത്ത് നമ്മളെ ബേബീനെ ഞാൻ ഫീഡ് ചെയ്യാതിരിക്കുക എന്ന് പറയുമ്പം ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു ചെരിഞ്ഞും മറിഞ്ഞും കിടക്കണം, നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നടക്കാൻ. അതുപോലെ എന്താ പറയുക, ഞാനങ്ങനെ അടങ്ങി ഒരുത്തി കിടന്ന് അയ്യോ എനിക്ക് വയ്യ വേദന എന്ന് പറഞ്ഞ് കിടന്നിട്ടില്ല. ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഇത് 2nd ഡേ ആണ്. അതായത് ICUയിൽ 1 ഡേ, പിന്നെ ഡിസ്ചാർജായി വന്ന് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് ഈ നടക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഞാനൊന്ന് കോൺഫിഡൻ്റ് ആയി. യെസ്
അപ്പോൾ ഒരു 2 ഡേയ്സിനുള്ളിൽ ഞാൻ അങ്ങ് സെറ്റ് ആവും എന്നൊക്കെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇന്ന് ഞാൻ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ശരിക്കും തരിപ്പ് വിട്ടിട്ടില്ല. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായതെന്ന് തോന്നുന്നു. അമ്മമ്മ ഒരു ദോശ സ്പെഷ്യലിസ്റ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടില്ലേ, ദോശ അമ്മമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടാണ്. അതുകൊണ്ട് ഇന്നും ദോശയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണിയച്ഛൻ തിരിച്ചു പോവുകയാണ്. യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇതാ അമ്മയൊക്കെ പോകുന്നുണ്ട്. അല്ലുവിനോട് തുമ്മിനോടൊക്കെ യാത്ര പറഞ്ഞ് പോവാണ്. ഇനി ഉണ്ണിയച്ഛൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. ആക്ച്വലി നമ്മുടെ വാവേനെ ഞാൻ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. റീനമ്മ, പാച്ചുവച്ചൻ, ഉഷമ്മ, ഉണ്ണിയച്ഛൻ, വൈശാഖേട്ടൻ ഇത്രയും പേര് അവനെ കുറച്ച് വിട്ടിട്ട് ദൂരെ നിന്നാണെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പം റീനമ്മ പറയുന്നു തുമ്പമ്മേനെ പോലെ തന്നെയാണുള്ളതെന്ന്, ഉഷമ്മ പറയുന്നു അല്ലുട്ടനെ പോലെയാണുള്ളതെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അവൻ്റെ ഫേസ് പോലും എന്നെ കാണിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ അതാ നമ്മളെ വിദ്യചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. വിദ്യചേച്ചി ആരാ നിങ്ങൾക്ക് അറിയാൻ മതിയാവും, എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഉണ്ടല്ലോ. അതായത് പാച്ചുവച്ചൻ്റെ അനിയത്തിയുടെ മോളാണ് വൈശാഖേട്ടൻ്റെ ചേച്ചി. ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ തുമ്പമ്മേനെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പം അച്ഛൻ മരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, നിങ്ങൾക്ക് അറിയാലോ. ആ സമയത്ത് തൊട്ടിട്ടാണെങ്കിലും എനിക്കൊരു സ്വന്തം ചേച്ചി ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തു തരുമോ അതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ചേച്ചി എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നാത്തൂൻ എന്നുള്ള നിലയ്ക്കല്ല, എൻ്റെ സ്വന്തം ചേച്ചീനെ പോലെ എൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പാച്ചുവച്ചനും കല്യാണിയും കൂടെ ഭക്ഷണമൊക്കെ ആക്കി ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ട് വന്നതാണേ. കല്യാണി NICUവിൽ പോയി ഒരു ട്രൈ ഒക്കെ നടത്തി നോക്കി വാവേനെ കാണാൻ, പക്ഷേ നടന്നില്ല ഗൈസ്. അപ്പോഴത്തേക്കും കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഉള്ളിലേക്ക് ഇനി അച്ഛനെയും അമ്മേനെയും മാത്രമേ കടത്തി വിടൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ കല്യാണിക്ക് വാവേനെ കാണാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും NICU എന്ന് പറഞ്ഞു നമുക്ക് വാവയ്ക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാം, പക്ഷേ ഡയറക്റ്റ് ഫീഡ് വേണ്ട, നമുക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാം. അങ്ങനെ ഏട്ടൻ പമ്പൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇത് കല്യാണി, അതായത് നമ്മുടെ കുഞ്ഞുവാവയുടെ ചെറിയമ്മ കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ എടുത്ത് നോക്കിയതായിരുന്നു. അങ്ങനെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ബ്രസ്റ്റ് മിൽക്കൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ എനിക്ക് മനസ്സിലൊരു സമാധാനം, കുറച്ചൊന്ന് ഇമ്പ്രൂവ് ആയല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ വാവേനെ കാണാൻ വേണ്ടി ഫസ്റ്റായിട്ട് പോവുകയാണ് NICUവിലേക്ക്. എനിക്ക് ആക്ച്വലി ഭയങ്കര ടെൻഷൻ ഉണ്ട്, എന്താണ് അവൻ്റെ സിറ്റുവേഷൻ എന്ന് അറിയാഞ്ഞിട്ട്. അതുപോലെ അവനെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ NICUവിൽ പോയി വാവേനെ കണ്ടു. അപ്പോൾ ഞാൻ കാണുമ്പം ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ട്യൂബുണ്ട്, പിന്നെ ഓക്സിജന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ട്യൂബും ഉണ്ട്. പിന്നെ അവന് NICUവിൽ നോർമലി ആ ഒരു കേസിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കാണുമ്പം നമുക്ക് ഓവർ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ ഭയങ്കര പാനിക് ആവാനോ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല ഞാൻ കണ്ടത്. പക്ഷേ വൈശാഖേട്ടൻ ഫസ്റ്റ് കണ്ടത് അങ്ങനെയല്ലായിരുന്നു. വലിയ ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്നാണ് പിന്നീട് ഏട്ടനോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ വാവേനെ കണ്ട് വാവയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞ് റൂമിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു സംസാരത്തിനിടയിലാണ് വൈശാഖിൻ്റെ വായിന്ന് അറിയാതെ സംഭവം സത്യാവസ്ഥ പുറത്ത് വരുന്നത്. എന്താണ് ഫസ്റ്റ് ഡേ പറഞ്ഞത്, എന്തായിരുന്നു അവൻ്റെ കണ്ടീഷൻ എന്നൊക്കെ. അത് കേട്ടപ്പോഴാണ് ആക്ച്വലി ഞാൻ കുറച്ച് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് വൈശാഖേട്ടനെ എങ്ങനെ അത് ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു, അല്ലെ എങ്ങനെ അത് ഒറ്റയ്ക്ക് തരണം ചെയ്തു എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഏട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെയും കുറച്ചുകൂടെ സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏട്ടൻ സ്ട്രോങ് ആണ്, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്നൊക്കെ അല്ലെങ്കിൽ എനിക്ക് വയ്യ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അത് എന്താ പറയുക എഫക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏട്ടൻ എങ്ങനെയാണ് വാവയുടെ സിറ്റുവേഷൻ അങ്ങനെയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പം അത് ഓവർകം ചെയ്തത് എന്നുള്ളൊരു ടെൻഷൻ അതിങ്ങനെ മനസ്സിലിങ്ങനെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് കഴിഞ്ഞ വോയിസ് ഓവർ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നൈസായിട്ടൊന്നൊന്ന് വിങ്ങിപ്പോയത്. കുറേ പേരുടെ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ട് കരഞ്ഞു എന്നൊക്കെ. ഞാനങ്ങനെ ഇമോഷനാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ നമുക്കുണ്ടാവുമല്ലോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് വൈശാഖേട്ട വാവേനെ വാങ്ങിക്കുന്നതും അല്ലും തുമ്പി വാവേനെ വാങ്ങിക്കുന്നതും ഒക്കെ എനിക്ക് കാണണം. അങ്ങനെയൊക്കെ ദൈവം വിചാരിച്ചിട്ടുണ്ടാവും നീ അത്രയും ആഗ്രഹിച്ച കാര്യം നിൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ നീ കണ്ടോ, നീ വീഡിയോയിലൂടെ കാണണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം മേ ബി എൻ്റെ വാവേനെ കുറച്ച് ദിവസം ഞാനൊന്ന് സ്റ്റേബിൾ ആവുന്നവരെ NICUവിലാക്കിയത്. അങ്ങനെയൊക്കെ വിചാരിച്ച് ഞാൻ സ്വയം സമാധാനിക്കുകയാണ്, അല്ലാണ്ട് വേറൊരു വഴിയില്ലല്ലോ. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കാനുള്ളൊരു പാകത്തിനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ സെറ്റായിരുന്നു, പക്ഷെ അല്ലായിരുന്നു ഗൈസ്. പിറ്റേന്ന് രാവിലെ കണ്ടിട്ടപ്പോഴത്തേക്ക് ഞാൻ സൈഡായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അപ്പോഴും മോഷൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി പപ്പായ വാങ്ങിക്കൊണ്ടതാണ്. പക്ഷേ ഞാൻ പണ്ടൊട്ടേ ഞാനാണ് പെപ്പൻ്റെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ ഒരു ഗർഭിണി ഉണ്ടല്ലോ, അപ്പോൾ ഓളാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഹോട്ട് വാട്ടർ ബാഗ് വെച്ചിട്ട് പുറത്തൊക്കെ ഒന്ന് ചൂട് പിടിക്കാൻ കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ബോഡി പെയിനാണ്, ഹോൾ ബോഡി പെയിനും. അതുപോലെ എനിക്ക് എന്ത് പെയിനാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, പെട്ടെന്നൊരു എന്തോ ഒന്ന് പാഞ്ഞു പോകുന്ന പോലെ ഒരു വേദനയാണ് കേട്ടോ. അങ്ങനെ അല്ലും തുമ്പിയും വന്ന് നോക്കുക, അപ്പോൾ തുമ്പി എന്താ തൊട്ട് നോക്കിയത്, അപ്പോൾ നന്നായി കയ്യൊന്ന് പൊള്ളിയിട്ടാ. അങ്ങനെ വൈശാഖേട്ടൻ എന്താ പറയുക എനിക്ക് എന്താ പറയുക അത്രയും സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ എല്ലാത്തിനും എന്ന് വെച്ചാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ലല്ലോ. അല്ലൂരിനും തുമ്പിനും പ്രസവിക്കുമ്പോൾ ഏട്ടൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കിങ്ങനെ ഏട്ടൻ്റെ ഈ ഒരു കെയർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം സത്യം പറയുകയാണെങ്കിൽ
ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഡെലിവറീൻ്റെ സമയമാണെങ്കിലും ആഫ്റ്റർ ഡെലിവറി ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ആണ്. അതിനോളം നമ്മളെ കംഫർട്ടാക്കുന്ന വേറെ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളമ്മ ഓക്കെ, നമ്മളമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു കാര്യമാണ്. ഞാൻ പഠിച്ചത് തുമ്പീനെ ഞാൻ പ്രസവിച്ചെടുക്കുമ്പോഴാണ്. കാരണം ആ സമയത്ത് അമ്മേൻ്റെ കൂടെ ഇല്ല. ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരുപാട് കാര്യങ്ങൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ എനിക്കതറിയാം, സ്വന്തം അമ്മമാർ കൂടെ ഇല്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥ എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കെട്ടിയവന്മാർ. നമ്മളെ കെട്ടിയവനുണ്ട് നമ്മുടെ കൂടെ എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരിതായിരിക്കും. പിന്നെ നമ്മുടെ ഈ 2 ശിടുങ്ങുമണികൾ ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു പരിധി വരെ എനിക്കൊന്നും ആലോചിക്കാനോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കാനോ ഒന്നുമുള്ളൊരു സമയം വരെ എനിക്ക് തന്നിട്ടില്ല. നോക്ക്, ഞാൻ അവിടെ വന്നിട്ട് വേദന കൊണ്ട് കിടക്കുന്ന സമയത്ത് അവിടെ പാട്ട് വെച്ചിട്ട് എനിക്ക് ഡാൻസ് കളിച്ച് തരാണ് 2 പേരും കേട്ടോ. ഈ ഒരു ഡെലിവറീൻ്റെ ഹോൾ ഇപ്പോൾ ഇതുവരെയുള്ള ജേണിയിൽ എൻ്റെ കൂടെ അല്ലും തുമ്പിയും തന്നെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഈവൻ എനിക്ക് കുനിഞ്ഞ് കാല് ഉടയ്ക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയം തൊട്ടിട്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ കുളിക്കുമ്പോൾ എൻ്റെ പുറമടിച്ചിടാനാണെങ്കിൽ പോലും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ 2 മക്കളും എൻ്റെ കൂടെ ഇടവും വലവും നിന്നിട്ടുണ്ട്. കുഞ്ഞു പിള്ളേരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ അവർ കണ്ടറിഞ്ഞ് എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവരുടെ അച്ഛൻ നാട്ടിലില്ല എന്നുള്ളൊരു സങ്കടം പല കാര്യങ്ങളിലും അവരുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീലായിട്ടില്ല. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ഡബിൾ സ്ട്രോങ് ആയി ഗൈസ്. പിന്നെ വാവ ഇപ്പം ഇമ്പ്രൂവ് ആണ് എന്ന് കേട്ടതോടുകൂടി ഞാൻ ഒന്നുകൂടി ഒന്ന് സെറ്റായി. പക്ഷേ എൻ്റെ പെയിൻ എന്നെ ബാക്കോട്ട് വലിക്കുന്നുണ്ടെങ്കിലും ഞാൻ മെൻ്റലി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം ഞാനവിടെ തളർന്നിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന മനുഷ്യൻ ചടപടേ തന്നെ താഴേക്ക് പോകുന്നത് എനിക്കറിയാം. ഏട്ടൻ ഭയങ്കര വീക്കാണ് ഇപ്പം. എന്ന് വെച്ചാൽ ഉറക്കമില്ല, ഫുൾ ഓട്ടാണ്, ടെൻഷൻ അടിച്ചു കുറേ. ഇതൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനങ്ങനെ മാക്സിമം പിടിച്ച് നിൽക്കുകയാണ്. എനിക്ക് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും അത്രത്തോളം എൻ്റെ ഏട്ടനും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് പിന്നെ നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മളുടെ റൊട്ടീനാണിത് കറക്റ്റ് ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ കേട്ടോ. വിദ്യ ചേച്ചി, അമ്മ, വൈശാഖേട്ടൻ ഇവരൊക്കെ കൂടെ എൻ്റെ വൂണ്ട് കറക്റ്റായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനില്ലല്ലോ. മീൻസ് വൂണ്ട് പഴുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല. നമുക്ക് എന്താണ് വരിക എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇതല്ല, നമ്മൾ കെയർ ചെയ്യേണ്ടത് മാക്സിമം ആ വൂണ്ട് ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടും കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ എനിക്ക് വയറുള്ളത് കൊണ്ടൊരു ടാസ്ക്കാണ് കേസ്. കാരണം വയറ് മടങ്ങിയിട്ട് സ്റ്റിച്ചിൻ്റെ മുകളിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേർക്കാനും പഴുക്കാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ നല്ല പോലെ എനിക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നന്നായിട്ടത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാലിൽ നീര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സോക്സ് ഇടുകയാണ് ചേച്ചിയും അമ്മയും കൂടെ. അല്ലും തുമ്പി നമ്മുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ അമ്മയ്ക്ക് ഓരോ കാര്യം കൂടെ നോക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ വിദ്യ ചേച്ചിയുള്ള ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ചേച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ കാര്യങ്ങളും അല്ലുൻ്റെയും തുമ്പീൻ്റെയും ഒക്കെ അങ്ങനെ മാനേജ് ചെയ്ത് പോയി. വൈശാഖേട്ടനും ഉണ്ടായിരുന്നല്ലോ കൂടെ. സോ ഇവർ 3 പേര് ഓടി നടന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ചേച്ചി രാവിലെ വന്നിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യാറ്. ഫുഡ് ഒന്നുകിൽ ഉഷമ്മയോ അല്ലെ അമ്മമ്മയോ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മളിത് ഇടയ്ക്ക് NICUവിൽ പോകുമ്പോൾ അവനെ പാൽ കൊടുക്കാൻ വേണ്ടി പോകും അങ്ങനെ കേട്ടോ. പിന്നെ ഷീലേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ദുഷമ്മേൻ്റെ അനിയത്തിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ. കുഞ്ഞിലക്ഷ്മി ഉണ്ടായിരുന്നു, ഷീലേച്ചിൻ്റെ മോള്. അങ്ങനെ ഇവർ വന്നിട്ട് പോയിട്ട് അവർക്ക് ആർക്കും ആവേനെ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരും വന്ന് എന്നെ കണ്ടുപോയി. ഗൈസ്, എന്നെ കണ്ടാലും മതിയല്ലോ അങ്ങനെ. അപ്പോൾ ഇവളെ കൊണ്ട് വയ്യ, അവളെ വീഡിയോ എടുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഷീലേച്ചി പറയണത് കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കുമ്പോൾ വീൽ ചെയർ വിളിക്കും, നമ്മൾ പോവും, ആവേനെ കാണും, ഫീഡ് ചെയ്യും അങ്ങനെ കേട്ടോ. ഈ പോക്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സമാധാനമാണ് കിട്ടിയത്. കാരണം അത്രയും ദിവസം വാവ ഓക്സിജൻ സപ്പോർട്ട്, അതായത് നമ്മൾ ഓക്സിജൻ സപ്ലൈൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ബ്രീത്ത് ചെയ്തതെങ്കിൽ ഇപ്പോൾ ഓക്സിജൻ സപ്ലൈ ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ട്. റെസ്പിറേറ്ററി റേറ്റ് കുറച്ചൊന്ന് എലിവേറ്റ് ആവുന്നുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് അതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം നമുക്ക് പാലട, അതായത് ഗോകർണത്തിൽ പാല് കൊടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം തൊട്ടിട്ട് ഡയറക്റ്റ് ബ്രസ്റ്റ് ഫീഡ് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സമാധാനം. അവനാണെങ്കിലും ഓക്കെ ആയി. അവൻ്റെ ആ ട്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ തന്നെ എനിക്ക് പകുതിയിലേറെ സമാധാനമായി. തിരിച്ച് റൂമിലൊക്കെ എത്തിയപ്പോഴത്തേക്കും നമ്മളെ ഹേസുമ്മയും പിന്നെ കല്യാണിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കളിയും ചിരിയൊക്കെയാണ്. പിന്നെ നമ്മളെ ഷീബമ്മയും രാജീവച്ചനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാജീവച്ചൻ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന്, അതായത് മെഡിക്കൽ കോളേജിലാണല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ അവിടെ നിന്ന് റിട്ടയർ ആയിട്ടുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്നെ വന്ന് കണ്ടു പോവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറയാണ്, പക്ഷേ നമ്മളും പോകേണ്ട പരിപാടിയാണല്ലോ. അപ്പോൾ പരിപാടിക്കൊന്നും പോകാൻ പറ്റിയില്ലല്ലോ. ഞാൻ സാറില്ല, ഫുഡൊക്കെ കൊടുത്തേച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. അങ്ങനെ അവർ തിരിച്ചു പോയി.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാവേനെ കണ്ടു വന്നപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സമാധാനവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിയെന്ന് വേണേൽ പറയാം. ഏട്ടൻ കണ്ടില്ലേ, ഇച്ചിരി സമയം കിട്ടുമ്പോൾ എവിടേക്കോ പോയി കിടന്നുറങ്ങും. എന്നാലും മക്കൾ സമ്മതിക്കില്ല കേട്ടോ. മക്കൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഏട്ടനെ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസമായി ഏട്ടൻ ശരിക്കും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ അവർ സ്ലീപ്ലെസ് നൈറ്റ്സ് ആർ കമ്മിങ് എന്ന് പറയുന്ന പോലെയാണല്ലോ. നമ്മൾ ലൈഫിലേക്കൊരു പുതിയ ആൾ വരുമ്പം അവരായിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റായി സെറ്റായി വരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും തുമ്പമ്മേനെ അമ്മ ഉറക്കുകയാണ്. രാത്രി ഇനി ഇവരെയൊക്കെ ഒന്ന് ഉറക്കിയിട്ട് വേണം നമുക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ വരെ ടാറ്റാ.